കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ബലത്തോടെ നമ്മെ ദൈവം നടത്തുന്നല്ലോ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ ആ ബലം നമ്മുടെ മേൽ ദൈവം ബലപ്പെടുത്തും. ആ ബലത്തിന്റെ ശക്തിയാൽ നമ്മൾ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു, തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നും അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്കിടയാവണം. നന്മയല്ലാതെ ഒരു തിന്മയും അവിടുന്ന് ചെയ്തിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സകലവും തിരിഞ്ഞു നിന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം, എന്റെ ദൈവം ഇന്നലകളിൽ ഒരു തിന്മയും ചെയ്തിട്ടില്ല. സങ്കടങ്ങൾ വന്നിട്ടല്ല, വേദനകൾ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവം ഞങ്ങൾക്ക് നന്മ നൽകി. അതുകൊണ്ടാണ് 13 സംഘത്ത് അവൻ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടത്തേക്ക് പാട്ട് പാടും. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം എപ്പോഴും സഹോദരങ്ങളെ നമുക്ക് എല്ലായിടത്തും ജയമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. അവിടുന്ന് പിന്നെ പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വേദനയും കഷ്ടവും സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷേ ജയിച്ച ഒരുവനാ പറഞ്ഞു, ഞാൻ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ജയിക്കും. അവിടുന്ന് അധികാരം നമുക്ക് നൽകിയിട്ടില്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. മറ്റൊരുത്ത് പറയാൻ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നോക്കണേ, ചവിട്ടാനും മെതിക്കാനും ദൈവം നമ്മുടെ കാലുകൾക്ക് കരുത്ത് നൽകും, നമ്മുടെ കൈകൾക്ക് അധികാരം നൽകും. അങ്ങനെയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയെങ്കിൽ നമ്മുടെ മേൽ അധികാരമില്ലേ? നമ്മുടെ മേൽ ശക്തിയില്ലേ? കർത്താവ് അധികാരം നമുക്ക് നൽകിയില്ലേ? അങ്ങനെ ധൈര്യത്തോടെ നമുക്ക് അവിടുത്തെ മുമ്പാകെ അടുത്തെല്ലാം 119 സങ്കീർത്തനം 39 വാക്യം, ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇവിടെ ഭക്തൻ പറയുകയാണ്, തുടക്കം യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണൊന്ന് തുറക്കണേ. പ്രിയ സഹോദരങ്ങളെ, എത്രയെത്ര അത്ഭുതങ്ങൾ ഈ വചനത്തിലുണ്ട് അല്ലേ? ഞങ്ങളുടെ 2 പിരിച്ചതും, മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിലൂടെ നടത്തിയതും, തീക്കൽ പാറയെന്ന് ജലം ചാടി പുറപ്പെടുവിച്ച് തന്റെ ജനത്തിന് കൊടുത്തതും, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന ശ്രേഷ്ഠകരമായ മന്ന അവർക്ക് കൊടുത്തതും, വാഗ്ദത്ത ദേശത്ത് അവരെ എത്തിച്ചതും, യോർദാനെ ദൈവം വിഭജിച്ചതും, ഉണങ്ങി നിലത്തൂടെ നടത്തിയതും ഒക്കെ എത്ര ശ്രേഷ്ഠമാണ്. ഓരോ അത്ഭുതങ്ങൾ 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 ഇന്നും തീർന്നു പോയിട്ടില്ല. അത്ഭുതങ്ങൾ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ മേലുണ്ട്. ഇവിടെ വചനം പറയുന്നു, ഞാൻ പേടിക്കുന്ന നിന്ന എന്നോട് അകറ്റിക്കളയണമേ. അപ്പോ
ഭയപ്പെടുത്തുന്ന ചില നിന്ദകൾ, ഭയപ്പെടുത്തുന്ന ചില ഓർമ്മകൾ, ചില ശാപങ്ങൾ, ചില ശപഥങ്ങൾ, ഇത് പലരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഹന്നയുടെ ജീവിതത്തിൽ ഭയങ്കരമായ കുത്തുവാക്ക് പെനിന്നയിൽ നിന്ന്. ഹൃദയം തകർന്നുപോയി. താൻ ആലയത്തിൽ നിന്ന് മനോവ്യസനത്തോടെ കരഞ്ഞു. ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്ന നിന്ദിക്കുന്ന വാക്ക് തന്നെ ഭയപ്പെടുത്തിയെങ്കിലും ഹന്ന മുട്ടുമടക്കാൻ തയ്യാറായി. ഹൃദയം ദൈവം പകരാൻ തയ്യാറായി. ദൈവം തന്റെ അപേക്ഷ കേട്ടു. ദൈവം തനിക്ക് പ്രതിഫലം കൊടുത്തു. എലിസബത്തിന്റെ ജീവിതം എടുത്ത് നോക്കൂ. സക്കറിയ എലിസബത്ത് ദമ്പതികൾ. എലിസബത്ത് പറയുകയാണ്, മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന നിന്ന, ഒരു സമൂഹത്തിന്റെ നിന്ന ഇവരെ വല്ലാതെ വേട്ടയാടിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ദൈവം നീക്കിക്കളഞ്ഞു. സ്തോത്രം. 41 സംഗീതത്തിൽ പറയുന്നു, ഒരു ദുർവ്യാധി പിടിച്ചു, കിടപ്പിലായി, ഇനി എഴുന്നേൽക്കില്ല. ദാവീദിനെ പറ്റി പറയുന്നു, ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. നിന്ദയുടെയും പരിഹാസത്തിന്റെ വാക്കുകൾ. പക്ഷെ ദാവീദ് അത് റിസീവ് ചെയ്തില്ല. 3 സങ്കീർത്തനം ദാവീദ് നോക്കി പറഞ്ഞില്ലേ, ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല. എന്നുവെച്ചാൽ ദൈവം നോക്കിയാൽ പോലും രക്ഷപ്പെടത്തില്ല. നിന്ദയുടെ വാക്കുകൾ ദാവീദ് അത് ഏറ്റെടുത്തില്ല. ദാവീദ് അത് തിരുത്തി പറഞ്ഞു. രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോഴ് ദാവീദ് പറയുകയാണ്, എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കൽ. 62 സങ്കീർത്തനത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന നിന്ന അത് പ്രിയരെ റിസീവ് ചെയ്യരുത്. സ്തോത്രം. 41 സങ്കീർത്തനം, നീ എഴുന്നേൽക്കത്തില്ല, ദുർവ്യാധി പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അത് ഏറ്റെടുത്തില്ല. ആ നിന്നയെ താൻ അകറ്റിക്കളയുകയാണ് തന്റെ ജീവിതത്തിൽ നിന്ന്. താനത് തിരുത്തി പറഞ്ഞു. 118 സങ്കീർത്തനത്തിൽ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഒരു ദുർവ്യാധി പിടിച്ചു, എഴുന്നേൽക്കത്തില്ലെന്ന് പറയുമ്പോൾ അതിനെ തിരുത്തി പറയുക. പ്രിയ സഹോദരങ്ങളെ, പല വാക്കുകളും നമ്മളെ വല്ലാതെ തകർത്ത് കളഞ്ഞില്ലേ, എഫക്റ്റ് ചെയ്തില്ലേ? അത് ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യും. നിന്റെ പ്രസ്ഥാനത്തെ നോക്കി, നിന്റെ ശരീരത്തെ നോക്കി ഇനിയും വിടുതൽ വരത്തില്ല, സൗഖ്യം വരത്തില്ല. നിന്റെ തലമുറകളെ നോക്കി, നിന്റെ കുടുംബജീവിതത്തെ നോക്കി, നീ ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ നിന്നെ എഴുന്നേൽക്കില്ല, ആര് നോക്കിയാലും വിടുതലില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഹൃദയം തകർന്നു മാത്രമല്ല, നീ ഭയത്തിനടിമയായില്ലേ? സഹോദര സഹോദരി കുഞ്ഞെ, നിന്നോട് ദൈവം വാക്ക് പറഞ്ഞില്ലേ? ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്, ദൈവം നിന്നെ സഹായിക്കുമെന്ന്, സൗഖ്യമാക്കുമെന്ന്. കൂട്ടുകാരിപ്പരമായ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം. പലതും കണ്ടും കേട്ടും നീ നിന്നെ തന്നെ ഒതുക്കി. ആ ഭയം നിന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തില്ലേ? ഇവിടെ ദൈവാത്മാവിന് പറയാനുള്ളത്, അതിനെ അകറ്റിക്കളയുക. ഇവിടെ പ്രാർത്ഥന കണ്ടോ? ഞാൻ പേടിക്കുന്ന നിന്ന. സ്തോത്രം. ഭയപ്പെടുത്തുന്ന, ബലത്തെ ചോർത്തിക്കളയുന്ന ചില നിന്ദയുടെ വാക്കുകൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കർത്താവ്, അതെന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ തലമുറകളിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവും. ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ ശക്തരാകുന്നു. ദൈവശബ്ദം നിങ്ങൾ റിസീവ് ചെയ്യൂ. ലോകത്തിന്റെ ശബ്ദം നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ, ലോകത്തിന്റെ നിന്ദയുടെ വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തുമ്പോൾ, ഉണങ്ങാത്ത മുറിവായി ശേഷിക്കുമ്പോൾ, ഈ പകൽ ദൈവാത്മാവിന് പറയാനുള്ളത് വളരെ ശക്തമായി ഞാൻ ആത്മാവിൽ സന്ദേശം പറയുന്നു. ആ പേടിപ്പെടുത്തുന്ന നിന്ദയെ, ശാപത്തിന്റെ ചില നിന്ദകളെ, ഇനി ഉണ്ടാവത്തില്ലെന്ന് പറയുന്ന ചില നിന്ദകളെ, എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറയുന്ന ചില നിന്ദകളെ കേട്ട് നിരാശപ്പെടാതെ പറ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൂടി ഉയർത്തും. യഹോവ തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നത് ഞാൻ ഇപ്പോഴറിയുന്നു. അവർ കുനിഞ്ഞു വീണു പോകുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുമെന്ന് ശക്തിയോടെ പറയാൻ നെഹമ്യാവിനെതിരെ നിന്ദയുടെ വാക്കുകൾ പ്രയോഗിച്ചില്ലേ? സൻബല്ലത്ത്, തോബിയാവ്, നോബദ്യ എന്ന് പറഞ്ഞ പ്രവാചകയെ വരെ അയച്ചില്ലേ? പക്ഷേ ആ നിന്ദയുടെ വാക്ക്, അപമാനത്തിന്റെ വാക്ക് മാത്രമല്ല, അടുത്ത് പതിൽ പണിഞ്ഞാൻ നോക്കിയപ്പോ ഈ പണി പൂർത്തീകരിക്കുമോ? ഒരു കുറുക്കൻ കയറിയാൽ പോലും ഇത് ഇടിഞ്ഞു വീഴും. ഇവർ ദുർബലരല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴും
നെഹമ്യാവ് പ്രഖ്യാപിച്ച ഒരു വാക്യം തന്റെ അകത്തുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കും. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർത്തീകരിക്കും. നിന്ദയുടെ വാക്ക്, അപമാനത്തിന്റെ വാക്ക്, വെല്ലുവിളിയുടെ വാക്ക്, തടസ്സങ്ങളുടെ വാക്ക് ഞങ്ങൾ റിസീവ് ചെയ്യത്തില്ല. അത് ഞങ്ങളെ പേടിപ്പെടുത്തുവാൻ ഞങ്ങൾ ഇടം കൊടുക്കില്ല എന്നൊരു പ്രഖ്യാപനം ഇന്ന് നമ്മുടെ മേലുണ്ടാവണം. സ്തോത്രം. ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ. അടുത്തത്, നിന്റെ വിധികൾ നല്ലവയല്ലോ. അപ്പൊ ദൈവത്തിന്റെ ഒരു ജഡ്ജ്മെന്റ്. ഇനി ആരൊക്കെ നമുക്കെതിരെ ആക്രോശിച്ചാലും നിന്ദിച്ചാലും അപമാനിച്ചാലും കുരമ്പ് പോലെയുള്ള വാക്ക് തൊടുത്താലും ദൈവത്തിന്റെ വിധി നല്ലവയാ. നമുക്ക് വേണ്ടി ദൈവം വിധിക്കും. നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ നീതിയുള്ള വിധി എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടാൽ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ചാർച്ചക്കാർക്കോ ദേശക്കാർക്കോ നമ്മെ ഒതുക്കാൻ പറ്റത്തില്ലെന്നൂടെ ഇന്ന് പകൽ ചിന്തിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പിതാവേ, ഈ വചനത്തിന്റെ ശക്തി അവിടുത്തെ ദാസന്മാരുടെ മേൽ, തലമുറയുടെ മേൽ ഇന്ന് പ്രഭാതത്തിലൊന്ന് വ്യാപരിക്കട്ടെ. അവരെ ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ബലത്തെ ചോർത്തിക്കളയുന്ന, ധൈര്യമില്ലാതാക്കുന്ന ചില നിന്ദയുടെ വാക്കുകൾ അകന്നു മാറട്ടെ. ദൈവത്തിന്റെ ശബ്ദം അവർ അകത്തേക്ക് വ്യാപരിക്കട്ടെ. ഒളിസ്പിന്റെ പവറിനാൽ അവർ നിറയപ്പെടട്ടെ. അവർ എഴുന്നേൽക്കട്ടെ, അവർ നടക്കട്ടെ, അവർ സഞ്ചരിക്കട്ടെ. അവരെ കുറ്റം വിധിക്കുന്നവർ മുമ്പാകെ ദൈവത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് തന്റെ ജനത്തിന് അനുകൂലമായി വെളിപ്പെടുന്നു. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ദൈവം അനുകൂലമാണ്, പ്രതികൂലമാര് എന്ന് പറയുന്ന ദൈവശബ്ദം നീതീകരിക്കുന്നത് ഞാനാണ്, കുറ്റം ചുമത്തുന്ന ആര് എന്ന് കേൾപ്പിക്കുന്ന ശബ്ദം ഇന്ന് പകൽ അവിടുത്തെ ജനത്തെ ധൈര്യപ്പെടുത്തുന്നതിന് സ്തോത്രം. ലോകത്തിന്റെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടവർ ഇന്ന് പകൽ ദൈവത്തിന്റെ വാക്കുകൾ ശക്തിയോടെ മുഴങ്ങുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ. മനുഷ്യർ നിന്ന ഞങ്ങളെ വല്ലാതെ ഭീതിപ്പെടുത്തി, അതിനെ ഞങ്ങൾ റിസീവ് ചെയ്യത്തില്ല. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വാക്കുകളും അവിടുത്തെ വാചനവും ഞങ്ങൾ റിസീവ് ചെയ്യും. ദൈവത്തിന്റെ വിധി ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഹോസ്പിറ്റൽ.